ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച്. തയ്യലുമായി അനുബന്ധിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അതുപോലെ നിങ്ങൾ തയ്ക്കുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിൽ ടിപ്സ്, ട്രിക്സ്, അതുപോലെ തയ്ക്കുന്ന ഓരോന്നിൻ്റെ വീഡിയോസ് എന്നിവയൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്ട്രൈറ്റ് പാൻറ്റാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം തന്നെ തുണി നേരെ നീളത്തിലുള്ള തുണിയെ നമ്മൾ രണ്ടാക്കി മടക്കിയതാണ്. ഇപ്പോൾ 1.25 മീറ്ററാണ് ഈ തുണി എടുത്തിട്ടുള്ളത്. നോക്കിയത് ഇപ്പുറത്തെ വശം ഓപ്പൺ സൈഡ്, അപ്പുറം ഫോൾഡ് സൈഡുമാണ് കേട്ടോ. അപ്പോൾ ഈ ഓപ്പൺ സൈഡിൽ ഒരു 1/2 ഇഞ്ചിൽ ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നോക്കുക, എന്നിട്ട് ചെയ്ത് നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ട്രൈറ്റ് പാൻറ്റ് തയ്ക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെന്ന് വെച്ചാൽ കാല് നമുക്ക് താഴെ മടക്കി തയ്ക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 2.5 ഇഞ്ച് എടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ എനിക്കിവിടെ 39 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അതിന് പകരം ഞാനിവിടെ 37 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് എന്താ വെച്ചാൽ 2 ഇഞ്ച് എലാസ്റ്റിക്കിൻ്റെ അവിടെ വരും, അതുകൊണ്ടാണ് 2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത്. എന്നിട്ട് അവിടെ നമുക്കൊന്ന് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കാം. നോക്കിയേ, നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം സ്ട്രൈറ്റ് ലൈൻ കൊടുത്ത് ഇനി അവിടെ നിന്ന്, ഇതിപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു അളവാണ് ഞാനീ പറയുന്നത് കേട്ടോ. അത് ഇവർക്ക് ഒരു റെഡിമെയ്ഡ് സൈസാണ് ഞാനിത് പറയുന്നത്. ഒരു 12 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, 12 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് താഴോട്ടേക്കും 12 ഇഞ്ച് മാർക്ക് ചെയ്യേ. അങ്ങനെ കറക്റ്റ് 12 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ടേക്കും 12 ഇഞ്ച് ഉണ്ട്, കറക്റ്റ് ഉണ്ട് കേട്ടോ. എന്നിട്ട് അതൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കാം. ഇനി വേണ്ട വെച്ചാൽ ഈ താഴെ വശത്ത് നിന്ന് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ഓക്കെ, അങ്ങനെ 2 ഇഞ്ച് അതും കൂടി മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മദ്യം കണ്ടതിന് ശേഷം ചെറിയൊരു കേവ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കേവ് ആക്കിയതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് വരണം കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വശയിൽ അതിൻ്റെ മദ്യം കാണുക. അപ്പോൾ 12ഉം 2ഉം 14 ഇഞ്ചല്ല, അതിൻ്റെ നേരെ പകുതി 7 ഇഞ്ച്. ഓക്കെ, മധ്യത്തിൽ 7 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ കാലിൻ്റെ താഴെയില്ലേ, അവിടെയും കൂടി ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. ഈ പോയിൻറ്റ്സ് എല്ലാം തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് കുറച്ച് ഫാസ്റ്റ് കൂടി പോകുന്നുണ്ട് എന്ന് പറയണേ. എന്നിട്ട് നോക്കിയതാ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 2 സൈഡിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ഡാട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെരിച്ച് വരണം കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി വേണ്ട വെച്ചാൽ താഴെയാണ് നമ്മുടെ റൗണ്ടില്ലേ, എന്താ പറയുക, സ്ലീവ് റൗണ്ട്, അവിടെ 2 സൈഡിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ഫ്രണ്ട് പീസ് മാത്രമാണ്. ഈ ഒരു അരവശത്തിൽ ഞാനിവിടെ സ്ട്രൈറ്റ് ലൈനും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയേ, ഇങ്ങനെ ഒന്ന് ആ ഒരു പോയിൻറ്റിലേക്ക് അവിടുന്ന് ഈ സ്ട്രൈറ്റ് ലൈൻ കൊടുത്ത് അവിടുന്ന് ഈ താഴെ കാലിൻ്റെ സ്ലീവ് റൗണ്ടില്ലേ അവിടം വരെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടം വരെ ചെരിച്ച് വരണം കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡ് ഒരു സൈഡ് ഇങ്ങനെ ചെരിച്ചിട്ട് കറക്റ്റ് വരണം കൊടുക്കുക. രണ്ടാമത്തെ സൈഡ് ചെറുങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് വരണം കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്കെയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് തന്നെ ഒരു ഷേപ്പ് ആക്കിയിട്ട് വരണം കൊടുത്താലും മതി, ചെറിയൊരു ഷേപ്പ് മതി. അപ്പോൾ ഇത് ഫ്രണ്ട് പീസ് മാത്രമാണ് ഈ കട്ട് ചെയ്യുന്നത് കേട്ടോ. ബാക്ക് പീസിന് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യാൻ. എന്നിട്ട് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്നില്ല വേണ്ട, നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരണാൽ മതി. ഞാൻ പിന്നെ ഒരു തയ്ക്കുന്നേരം തുണി കുറച്ച് കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ചെരിച്ച് വരണം കൊടുത്ത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്ട്രൈറ്റ് പാൻറ്റ് തയ്ക്കുന്നേരം അധികം വരും, ചിലപ്പോൾ ഒന്നായിട്ട് കട്ട് ചെയ്യും. ഞാനിപ്പോൾ 2ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് വെച്ചാൽ വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾ കറക്റ്റ് നോക്കിയാൽ മതി. ഇതെന്ന് നോക്കിയേ, താഴെ പാൻറ്റിൻ്റെ താഴെ വശമില്ല, അത് കറക്റ്റ് വെക്കുക. എന്നിട്ട് ഒരു മറ്റേ സൈഡും കൂടി ഒരു കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡില്ലേ, ഞാൻ ഈ ചോക്കും ഇത് പിടിച്ചിട്ടുള്ള സൈഡ് ഏത് സൈഡാന്ന് പറയാൻ കറക്റ്റ് അറിയില്ല കേട്ടോ. അവിടെ നിന്ന് മേലോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ ഈ വരയുന്നത് പോലെ ആ ഒരു വശത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ചെരിച്ചിട്ട് വരണം കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മൊത്തം 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കുക. അപ്പോൾ ബാക്കി വശമല്ല ഈ സെയിം അളവ് തന്നെയാണ്. ഇപ്പോൾ മേലോട്ട് 3 ഇഞ്ച് കൂടുതലായതും ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കാലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ 2 ഇഞ്ച് എക്സ്ട്രാ ഉള്ളതാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നുള്ളൂ. അത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രൈറ്റ് വരഞ്ഞിട്ട് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡ് ആദ്യം കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു വശം ആദ്യം കട്ട് ചെയ്യാം. ഇത് ഈ സെയിം അളവാണ്. താഴെയും സ്ലീവ് റൗണ്ടിൻ്റെ ആ ഒരു വശവും അപ്പുറത്തെ സൈഡും സെയിം അളവാണ്. അതിനുശേഷം ഈ മുകൾ വശവും കൂടി ഒന്ന് കട്ട് ചെയ്യാം. മുകൾ വശത്ത് നമുക്ക് അളവ് മാറ്റിയില്ലേ, ഇത് 3 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുത്തിട്ടില്ലേ. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ പാൻറ്റിൻ്റെ പീസ് നമുക്ക് ഇങ്ങോട്ടേക്ക് ബാക്ക് പീസിൽ, ഈ ഫ്രണ്ട് പീസ് ബാക്ക് പീസിൽ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അതിൽ കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അന്നേരം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അളവുകൾക്ക് മാറ്റം വരില്ല കേട്ടോ. ഇത് നമുക്ക് ബാൻഡിന് വേണ്ട പീസാണ്. അപ്പോൾ ഫുള്ളായിട്ട് എത്രയാണ് റൗണ്ട് വരുന്നത് അതും അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ഇപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് എന്താ പറയുക, 13 ഇഞ്ച് നീളവും അതുപോലെ 5 ഇഞ്ച് വീതിയുള്ള 4 പീസായിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് തുണി എക്സ്ട്രാ ഉണ്ടെങ്കിൽ
നമ്മൾ ഫുൾ തയ്ച്ചതിന് ശേഷം എത്രയാണോ റൗണ്ട് എത്രയാണോ വരുന്നത് അതും എക്സ്ട്രാ തയ്യൽ തുമ്പും കൂട്ടി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ ബാക്ക് പീസിൻ്റെ മുകളിലായിട്ട് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നല്ല വശത്തോട് ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെച്ചതിന് ശേഷം ഇതാ മോശവശത്ത് ഒരു വശം മറ്റേ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ലൈന് പറഞ്ഞിട്ടില്ലേ ആ ഒരു വശം ഇതാ ഇങ്ങനെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, നേരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്താ പറയുക, ആ കേവ് വരുന്ന വശമല്ലേ, സ്ട്രൈറ്റ് ആയിട്ടുള്ള ആ വശമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അങ്ങനെ മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ മടക്കി തയ്ക്കാം. ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി എന്നിട്ടൊരു 2 ഇഞ്ച് മടക്കി കൊടുക്കുക. 2.5 ഇഞ്ചിലാണ് നമ്മൾ എക്സ്ട്രാ ഇട്ടത്. ഇപ്പോൾ കാലിൻ്റെ താഴെ വശം ഇതാ 2.5 ഇഞ്ചിൽ നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട്. അതും സ്ട്രൈറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിത് ഓപ്പണൊന്നും ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ തുടക്കക്കാർക്ക് കാണുന്നേരം അതൊരു ഓപ്പൺ ചെയ്തിട്ടും അതുപോലെ പോക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു പാൻറ്റാണ്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. എന്നിട്ട് അങ്ങനെ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പീസെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. 2 വശത്തും എക്സ്ട്രാ എത്രയാണോ വരുന്നത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണേ. എന്നിട്ടിതാ 2 വശം ഇതാ നല്ല വശം കറക്റ്റ് വെച്ചതിന് ശേഷം മറ്റേ വശമില്ലേ കാലിൻ്റെ അപ്പുറത്തെ സൈഡ് ഓക്കെ ഒരു വശം നമ്മൾ അടിച്ചു. ഇനിയിപ്പോൾ രണ്ടാമത്തെ വശമാണ് തയ്ക്കുന്നത്. ഇതാ നോക്കിയേ ആ ഒരു കേവ് വരുന്ന ആ ഒരു കോർണർ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇതാ കറക്റ്റ് കോർണർ വരെ നമുക്ക് എന്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നേരം 2 സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുതേ. ഇതാ അങ്ങനെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ട വെച്ചാൽ ഡാട്ട് ഇട്ട് കൊടുക്കണം. അതിപ്പോൾ ഫ്രണ്ടിൻ്റെ 2 പീസില്ലേ അതിന് ഡാട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഡാട്ട് എന്താ പറയുക മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാണിച്ചു തന്നിട്ടില്ലേ. ഇതാ നോക്കിയേ ഡാട്ട അത് രണ്ടും കറക്റ്റ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അതിപ്പോൾ കുറച്ച് ക്യാമറ ഇങ്ങോട്ടായി പോയി കേട്ടോ ഫോണ്, അതുകൊണ്ട് കാണുന്നില്ല. ഡാട്ടും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി 2 പാൻറ്റും അടിച്ചതിന് ശേഷം മോശവശം ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഫ്രണ്ട് പീസും 2 ഫ്രണ്ടിൻ്റെ വശത്ത് നല്ല വശം കൂട്ടി വെച്ചതിന് ശേഷം ഇത് നോക്കിയേ. ഈ നമ്മുടെ ഈ കോർണറിന് വരുന്ന ഈ ഒരു സ്റ്റിച്ചില്ലേ അത് കറക്റ്റ് ആയിരിക്കണേ വരേണ്ടത്. അല്ല മുകളിലല്ല കറക്റ്റ് വെക്കേണ്ടത്. ഈ ഒരു സ്റ്റിച്ച് കറക്റ്റ് 2ൻ്റെയും സ്റ്റിച്ച് ഒരേപോലെ വന്നതിന് ശേഷം ഇതിങ്ങനെ പിടിക്കുക. ഒന്നുകിൽ ഈ മധ്യത്തുനിന്ന് സ്റ്റിച്ച് തുടങ്ങുക കേട്ടോ. നമ്മളിപ്പോൾ കറക്റ്റ് മധ്യത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു വശത്തേക്ക് വരിക, എന്നിട്ട് മാറ്റി ആ വശത്തു നിന്ന് തന്നെ ചുറ്റുകൊണ്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ കറക്റ്റ് അളവായത് കൊണ്ട് തന്നെ ഒരു വശത്തു നിന്നാണ് തുടങ്ങുന്നത്. ഒരു വശത്തു നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇപ്രവശം വരെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഏതൊരാൾക്ക് ഈ ഒരു സ്ട്രൈറ്റ് പാൻറ്റ് എന്ന് വെച്ചാൽ മുകളിൽ കുറച്ച് ലൂസും താഴെ കുറച്ച് ടൈറ്റും ആയിട്ടുള്ള പാൻറ്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയൊരു പാൻറ്റാണ്. എന്ന് വെച്ചാൽ സ്ട്രൈറ്റ് പാൻറ്റിൽ അധികം കണ്ടിട്ട് വളരെ ടൈറ്റായിട്ട് 2 ദിവസം 3 ദിവസം ഇടാൻ പറ്റും. അപ്പോഴത്തേക്ക് കീറിപ്പോവും. ഇതിപ്പോൾ കീറിപ്പോണ്ട് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയൊരു പാൻറ്റാണ്. ഇത് നിങ്ങൾക്ക് ടൈറ്റ് ആക്കണമെങ്കിൽ ടൈറ്റ് ആക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു ലൂസിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ അങ്ങനെ തന്നെ 2 സ്റ്റിച്ച് കൊടുക്കണം. അതിനെ കൂടെ ഓർമ്മിപ്പിക്കുന്നത് വെച്ചാൽ അധിക പേര് ചിലപ്പോൾ ഇത് പണി എളുപ്പമാക്കാൻ വേണ്ടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു അളവ് കണ്ടോ, ഈ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഒരു അളവ് അത് കറക്റ്റ് എത്രയാണോ ഉള്ളത് അത് അളക്കുക. എന്നിട്ട് വേണം നമുക്ക് ഈ വേസ്റ്റിൻ്റെ ബാൻഡിൻ്റെ ആ പീസ് നമുക്ക് കട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഒരു 5 ഇഞ്ച് വീതിയിലും 5 ഇഞ്ച് എടുക്കുക. ഓക്കെ, അപ്പോൾ നീളം എത്രയാണോ അത് വരുന്നത് അതിൻ്റെ റൗണ്ട് നോക്കിയതിന് ശേഷം ആ ഒരു റൗണ്ട് എത്രയാണോ ഉള്ളത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ 4 പീസ് എടുത്തത് കൊണ്ടാണ് എല്ലാം തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത്. നോക്കിയേ 4 പീസും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റൗണ്ട് ആക്കിയിട്ട് ആ ഒരു അളവ് എത്രയാണോ ഉള്ളത് ആ ഒരു അളവാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. ഇനിയും ഞാൻ പറയട്ടെ, നിങ്ങൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് നോക്കിയതാ ആ ഒരു ബാൻഡിൻ്റെ നല്ല വശം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല വശമാക്കിയിട്ട് ഈ പാൻറ്റിൻ്റെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കറക്റ്റ് പിടിക്കുക. ഏതെങ്കിലും ഒരു സ്റ്റിച്ച് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്റ്റിച്ച് തമ്മിൽ ചേർത്ത് വെക്കും. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യൽ. എങ്ങനെ സ്റ്റിച്ച് ചെയ്താലും സാരില്ല, ഇതിപ്പോൾ കറക്റ്റ് അളവ് തന്നെ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഈ നോക്കിയേ കറക്റ്റ് നല്ല വശം അടുപ്പിച്ച് വെച്ചതിന് ശേഷം മോശവശം വെച്ചിട്ട് നമുക്ക് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്യുന്നേരം മോശവശം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. നോക്കിയേ ചുറ്റും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക്കിൻ്റെ അളവെടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ, അപ്പോൾ പാൻറ്റിൻ്റെ വേസ്റ്റ് റൗണ്ടല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഈ എലാസ്റ്റിക്കിൻ്റെ ആ ഒരു വശം മടക്കി തയ്ക്കണ്ടേ. ഇതിപ്പോൾ തയ്യൽ തുമ്പ് മുകളിലേക്ക് മാറ്റിയതിന് ശേഷം 1/2 ഇഞ്ച് മടക്കി എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ സ്റ്റിച്ച് ചെയ്ത ആ ഒരു വശമില്ല സ്റ്റിച്ച് കാണുന്ന ആ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ചുറ്റും ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുക്കാം, അല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെ എടുക്കാം. പിന്നെ എലാസ്റ്റിക് കടത്തി വിടേണ്ട ഒരു 3 ഇഞ്ച് ഞാനിവിടെ വിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 3 ഇഞ്ച് വിട്ടിട്ട് ബാക്കി വശമെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വേസ്റ്റ് റൗണ്ടില്ലേ പാൻറ് ഇടുന്ന വശത്തിലുള്ള റൗണ്ട് അത് എത്രയാണോ
അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ട് വേണം എലാസ്റ്റിക് എടുക്കുക. ഓക്കെ, അപ്പോൾ 3 ഇഞ്ച് കുറച്ചാലും നമുക്കിപ്പോൾ 27 നമുക്ക് വേസ്റ്റ് റൗണ്ട് 27 ഉള്ളതെന്ന് വെച്ചോ. അപ്പോൾ 27 3 ഇഞ്ച് കുറച്ച് 24 വരിക. അപ്പോൾ 24 ഇഞ്ചായിരിക്കണം എലാസ്റ്റിക് വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതാണ് ഇത്. അപ്പോൾ എലാസ്റ്റിക് ഇപ്പോൾ നല്ല ടൈറ്റുള്ളതാണെങ്കിൽ 2 ഇഞ്ച് കുറച്ചാൽ മതി. ഇനി നമുക്ക് ഈ പാൻറ്റിൽ എലാസ്റ്റിക് അടുത്ത് വിട്ട് കൊടുക്കാം. അത് എല്ലാവർക്കും അറിയാറുണ്ടാവില്ല ഇതെങ്ങനെയാണെന്നുള്ള. ഒരു വശത്ത് പിന്നെ കുത്തുക, എന്നിട്ട് ഈ ഒരു ഹോൾസിലൂടെ നമുക്ക് എലാസ്റ്റിക്കിനെ ഉള്ളിലേക്ക് കടത്തി വിടുക കേട്ടോ. അപ്പോൾ ഈ കടത്തി വിട്ടിട്ട് നമുക്ക് വലിക്കുന്നേരം അപ്പുറത്തെ സൈഡിലുള്ള എലാസ്റ്റിക് നേരം ഉള്ളിലേക്ക് പോകാതെ ശ്രദ്ധിക്കണേ. അവിടെ വേണമെങ്കിൽ ഒരു മുട്ട് പിന്നെ കുത്തി വെച്ചാലും മതിയാവും കേട്ടോ. എന്നിട്ട് നോക്കി ഇത് കറക്റ്റ് ഫുള്ളായിട്ട് എന്നറിയാൻ ചുറ്റി വന്നതിന് ശേഷം ഈ 2 വശവും കറക്റ്റ് പിടിക്കുക. ഇതിപ്പോൾ എലാസ്റ്റിക് മറിഞ്ഞു പോകാതെ നോക്കണേ, കറക്റ്റ് ലെവലിലാണോ ഉള്ളത് നോക്കുക. എന്നിട്ട് രണ്ടും തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പതിച്ചിട്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്താ വെച്ചാൽ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നേരം നമ്മൾ അരൻ്റെ അവിടെ ഉള്ള ഒരു കലവരില്ല നമ്മൾ പാൻ്റ് ഇടുന്നേരം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു തടിപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഒന്ന് പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതെല്ലാം എന്നിട്ട് എക്സ്ട്രാ നൂലുകളെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഓപ്പൺ ക്ലോസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ഒരു ക്ലോസിങ്ങും കൂടിയും കഴിഞ്ഞാൽ ഈ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.